ഇന്ന് ഷിനു എഴുതിയിരിക്കുന്ന ഒരു വിചിത്രമായ കഥയാണ്. മാഡം, ഞാൻ പറയുന്നത് മാഡം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കത് മറ്റാരോടും പറയാനാവില്ല. അതുകൊണ്ടാണ് വ്യാജപ്പേരിൽ ഞാനിത് മാഡത്തോട് പറഞ്ഞത്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടു. ബന്ധുക്കളാരും എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആൺകുട്ടിയല്ലേ, എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ എന്നായിരുന്നു അവർ പറഞ്ഞത്. എന്നിട്ടും കുറച്ചു കാലം ഞാനൊരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു വളർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ഒരു വഴക്കിനും പോകില്ല. ഞാനൊരു പാവമായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി എൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. മുകൾ ഭാഗമൊക്കെ വളരാൻ തുടങ്ങി. സുഹൃത്തുക്കൾ അത് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. പ്രത്യേകിച്ചും ബയോളജിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കെന്താ എങ്ങനെയെന്ന്. ഒരു ദിവസം ബയോളജി സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സാറേ, ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വളർച്ചയുണ്ടാവുമോയെന്ന്. സാറ് പറഞ്ഞു ഇല്ലല്ലോ എന്ന്. അപ്പോൾ അടുത്തയാൾ ചോദിച്ചു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടായിരിക്കുമെന്ന്. സാർ പറഞ്ഞു, അത് ഭിന്നലിംഗക്കാർക്കാണ് അങ്ങനെ വരുന്നത്, അല്ലാതെ വേറെ ആർക്കും വരില്ല. ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഇല്ലേ, അവർക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ കൂട്ടുകാരനെ കളിയാക്കി. അത് കേട്ട് സാർ എന്താണെന്ന് തിരക്കി. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സാർ, ഇവൻ പെണ്ണുങ്ങളെപ്പോലെയാണ് വളർച്ചയൊക്കെ എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സാർ അവരെയൊക്കെ വഴക്ക് പറഞ്ഞു. പിന്നീട് സാർ എന്നോട് എപ്പോഴും സംസാരിക്കും, എൻ്റെ കാര്യങ്ങൾ തിരക്കും. ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് സാറ് എന്നെ സാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് എന്നോട് ചോദിച്ചു, അവരിങ്ങനെ കളിയാക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറെന്ന്. സാറ് പറഞ്ഞു, അവർ പറയുന്നത് ശരിയാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, നിൻ്റെ ഷർട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അത് വേണ്ട സാർ. എന്തിനാ സാർ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും സാറ് പറഞ്ഞു, പിന്നെ നോക്കണ്ടേ, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ, അവർ പറഞ്ഞ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിനക്കറിയണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് എനിക്ക് ആ ഭാഗങ്ങളൊക്കെ കാണിക്കേണ്ടി വന്നത്. സാറ് പറഞ്ഞു, ഷോ, അവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ സാർ? നീ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ബാക്കിയൊക്കെ ഒന്ന് മാറ്റി ഫുള്ളൊരു ബോഡി ചെക്കപ്പ് വേണം. അതെന്തിനാ സാറേ? സാർ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചത് മറന്നോ? എന്തായാലും എല്ലാം നോക്കിയെങ്കിൽ മാത്രമേ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാകൂ എന്ന് പറഞ്ഞാണ് സാർ എന്നെ അനാവൃതമാക്കിയത്. സാർ എന്നോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ നാണിക്കുന്നത്? പെണ്ണുങ്ങളെപ്പോലെയാണല്ലോ നീ നാണിക്കുന്നത്. അത് ശരിയല്ല. നീ ഒരാണാണെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറരുത്. സാറ് പറഞ്ഞത് നീ കേൾക്കണമെന്ന് പറഞ്ഞാണ് മാഡം അയാൾ എല്ലാത്തിനും തുടക്കം കുറിച്ചത്. അയാൾ വിശദമായി പരിശോധിച്ച ശേഷം എന്നോട് പറഞ്ഞു, നിനക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആരോഗ്യരംഗത്തുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാളോട് ചോദിക്കാം, നിൻ്റെ 2 ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പേടിയാണെന്ന്. പക്ഷെ പുള്ളിക്കാരൻ കേട്ടില്ല. മാഡം എൻ്റെ ഫോട്ടോ എടുത്തു. എനിക്ക് വല്ലാത്ത പേടി അനുഭവപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാനാണ്? അത് കഴിഞ്ഞ ശേഷം സാറിൻ്റെ കൈകൾ അതിദ്രുതം പല രീതിയിലും സമ്മർദ്ദങ്ങൾ ചെലുത്തി. എനിക്കാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പുള്ളി കടന്നില്ല. എങ്കിലും അത്യാവശ്യം സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോരുകയും ചെയ്തു. പിന്നെ അടുത്ത ദിവസം ഒരു സുഹൃത്ത് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞ് സാറിനെ വിളിപ്പിച്ചു. എനിക്ക് പോകാൻ മടിയായിരുന്നു. ഇന്നലത്തെ എൻ്റെ പിന്നത്തെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ അയാൾ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ പോകേണ്ടി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുഹൃത്ത് ഒരു മറുപടിയും പറഞ്ഞില്ലായിരുന്നു. പുള്ളിയുടെ ഉദ്ദേശം വേറെയായിരുന്നു. എന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എനിക്ക് പറ്റില്ല, ഛർദ്ദിക്കാൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, അതൊന്നും സാരമില്ല, നിൻ്റെ കർമ്മം ഇതാണ്, നീ എന്നെ സന്തോഷിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നിന്റെ തനി സ്വരൂപമെല്ലാം ദേ ഫോട്ടോയിൽ കണ്ടില്ലേ, ഇത് പുറത്തായാൽ നിന്റെ ഭാവി എന്താകും? നിനക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞതൊക്കെ എനിക്ക് അനുവർത്തിക്കേണ്ടി വന്നു. ഞാൻ ഛർദ്ദിച്ചു. അതുപോലും അയാൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് മാഡം അയാളുടെ കയ്യിൽ ഞാൻ പെട്ടുപോകുകയായിരുന്നു. ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 2 റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് പുള്ളി എന്നെ സ്വതന്ത്രനാക്കിയത്. ഞാൻ പിന്നീട് വീട്ടിൽ വന്നു. എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. ആഹാരം കഴിക്കുമ്പോൾ പോലും എനിക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ ഓടി വന്നു. എത്ര കഴുകിയിട്ടും എനിക്ക് ശുദ്ധമായ പോലെ തോന്നിയില്ല. പിന്നീട് സാറിൻ്റെ ഒരു സുഹൃത്തിനെ സാർ വിളിച്ചു വരുത്തി. അവരുടെ 2 പേരുടെയും ഇച്ഛയ്ക്കനുസരിച്ച് എനിക്ക് പെരുമാറേണ്ടി വന്നു. കുറച്ചുനാൾ തുടർന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ എനിക്ക് പെൺകുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരാൻ തുടങ്ങി. അതൊക്കെ ഞാൻ ഇട്ട് നിൽക്കണം. എല്ലാം തനി സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ്. അതിട്ട് വേണം അവരുടെ മുന്നിൽ പോകാൻ. അതിട്ട് വേണം അവരെ ഞാൻ സന്തോഷിപ്പിക്കാൻ. അങ്ങനെയായി. അതും ഞാൻ സഹിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം 2 പേരും കൂടെ പിൻമുറ്റത്തൂടെയുള്ള ചില പ്രവർത്തനങ്ങൾക്ക് മുതിർന്നു. എനിക്കതൊന്നും
ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും ട്രൈ ചെയ്തു. അത് വല്ലാത്ത പ്രശ്നമായി. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ. വീട്ടുകാരറിഞ്ഞു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഇതൊന്നും ആരോടും പറയണ്ട, പ്രശ്നമാകും, നാണക്കേടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിലുള്ളവരും ശ്രദ്ധിച്ചില്ല. കാര്യം ഞാൻ ശരിക്കും അവിടെ ഒരു ബന്ധു മാത്രമാണല്ലോ. പിന്നീട് അതങ്ങ് ഒതുക്കി തീർത്തു. പിന്നീട് സാറിൻ്റെ സുഹൃത്തുമൊന്നും എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ല. അവർ അകന്നുപോയി. എൻ്റെ രൂപമാണെങ്കിൽ സുന്ദരമാണെങ്കിലും ആണുങ്ങളെപ്പോലെ മീശയോ താടിയോ ദേഹത്ത് രോമോ ഒന്നും വളരുന്നില്ലായിരുന്നു. പക്ഷേ പെണ്ണുങ്ങളെപ്പോലെ കഴുത്തിന് കീഴേ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. കൂട്ടുകാർ പിന്നെയും എന്നെ കളിയാക്കാൻ തുടങ്ങി. ചിലർ വന്ന് മർദ്ദപ്രയോഗങ്ങൾ നടത്തി, ചിലർ രസിച്ചു. അങ്ങനെ പല രീതിയിലുള്ള ആക്രമണങ്ങളും എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് മാഡം. പിന്നെയും ഇതുപോലുള്ള വളർച്ചയും മാറ്റങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ചുകൂടി മുതിർന്നപ്പോൾ ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇതെല്ലാം ഹോർമോണൽ പ്രശ്നമാണ്, പുരുഷന്മാർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്, ഒരു കാലം കഴിയുമ്പോൾ നോർമലാകും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ. എങ്കിലും കൂടുതലായി പഠിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു ഒരു ജോലി കിട്ടാൻ. നിലനിൽപ്പിന് വേണ്ടി കിട്ടിയ ജോലിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ തുച്ഛമായ വരുമാനമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ചിലയിടത്ത് ജോലി കിട്ടിയെങ്കിലും കുറച്ചുനാൾ കഴിയുമ്പോൾ എന്നേക്കാൾ മികച്ച ഒരാൾ വന്നു കഴിയുമ്പോഴേക്കും അവരെന്നെ പറഞ്ഞു വിടും. പിന്നെ കുറച്ചുനാൾ കാത്തിരുന്ന ശേഷമാണ് അടുത്ത ജോലി കിട്ടുന്നത്. അവിടെയും സ്ഥിതി ഇത് തന്നെ. ശമ്പളം കുറവ്. ചിലയിടത്തൊക്കെ ശമ്പളം കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറുള്ള പെൺകുട്ടികളെയൊക്കെ അവർ ജോലിക്കെടുക്കും, അല്ലാത്തവരെ പറഞ്ഞു വിടും. ഞാൻ ഓർത്തിട്ടുണ്ട്, ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയേനെ. ഇതിപ്പോൾ ആൺകുട്ടിയായിപ്പോയി. എന്നാലോ പൂർണ്ണമായിട്ട് അത്തരം സ്വഭാവങ്ങളൊന്നുമില്ല. അങ്ങനെ എൻ്റെ അവസ്ഥ മോശമായി കഴിഞ്ഞപ്പോൾ പല ഇൻ്റർവ്യൂസിനും ഞാൻ പോയി. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. എൻ്റെ അച്ഛനേക്കാൾ പ്രായമുണ്ടാകും. അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അയാളോട് എൻ്റെ അവസ്ഥ വ്യക്തമായി പറഞ്ഞു, കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്തായാലും നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രതീക്ഷയെ നഷ്ടപ്പെട്ട് ഞാൻ ഇറങ്ങി. എന്തെങ്കിലും ഒരു വഴി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. അത് നേരത്തെ ഇൻ്റർവ്യൂ ചെയ്ത ആളായിരുന്നു. എന്നോട് പറഞ്ഞു, വൈകുന്നേരം അയാളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലാൻ, ജോലി ശരിയാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ അയാൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അയാൾ എന്നോട് പറഞ്ഞു, നിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരുപാട് വിഷമമായി, അതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. അതിനുശേഷം അയാൾ എൻ്റെ കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ അവരെക്കാൾ മികച്ചതായി ഏതെങ്കിലും ആൺകുട്ടികളെ കിട്ടിയാൽ നോക്കാമെന്ന് കരുതിയാണ് കുറച്ച് ആൺകുട്ടികളെ കൂടി ഞാൻ ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു, സാർ, എനിക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും, എന്നെ വിശ്വസിക്കുമെന്ന്. അയാൾ പറഞ്ഞു, എനിക്കങ്ങനെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. പക്ഷേ പെൺകുട്ടികൾക്ക് മുന്നിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, എനിക്ക് രണ്ടുപേരെ ഒരുപോലെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ ദേഹത്ത് കൈവച്ചു. പെൺകുട്ടികളെക്കാൾ മികച്ച വർക്ക് നിനക്ക് ചെയ്യാമെങ്കിൽ, അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ അത് തെളിയിക്കണം എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ തുടങ്ങിയത്. എനിക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. നീ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ നിനക്ക് ജോലി ഉറപ്പാണെന്ന് അയാൾ പറഞ്ഞു. അയാളിൽ നിന്ന് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം കുറേ വർഷത്തിന് ഗ്യാപ്പിൽ ഇതൊന്നും ആരും കൺസിഡർ ചെയ്യില്ലെന്നാണ് ഞാൻ കരുതിയത്. ഇത് ഞാനിപ്പോൾ പെൺകുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളുമാരുടനെ സദാചാരവും അയ്യോ എൻ്റെ സാറേ എന്നൊക്കെ പറഞ്ഞ് പാവത്തോ നടിക്കും. നിനക്കങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ, എനിക്കിഷ്ടമല്ല, പ്ലീസ് എന്നെ അങ്ങനെ കരുതരുതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അറുത്ത് മുറിച്ച് പറഞ്ഞു, നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിനക്ക് ജോലിയുമില്ല, നിനക്ക് ഇതിലൊക്കെ ഒരു ഈടുപാടുണ്ടെന്നോർത്താണ് ഞാൻ വിളിച്ചത്. സാർ, ഈ ജോലി എനിക്ക് തരൂ. ഞാൻ ഒരു ദ്രോഹവും സാറിന് ചെയ്തിട്ടില്ല. നല്ല പെർഫോമൻസ് തരികയും ചെയ്യാം. ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടൂ. ആ പെർഫോമൻസ് ഒന്നും ഓഫീസിലെ ജോലിയിലല്ല വേണ്ടത്, അതിപ്പോൾ ആണായാലും പെണ്ണായാലും. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പോയിക്കോ, നിനക്ക് ഈ ജോലി കിട്ടില്ല, ഒരു പ്രയോജനമില്ലാതെ നിനക്കെന്തിന് ജോലി തരാനാണ്, പോയിക്കോളൂ എന്ന് പറഞ്ഞ് പുള്ളി എന്നെ പറഞ്ഞു വിട്ടു. ആ പ്രതീക്ഷയും അസ്തമിച്ചു. പക്ഷെ ഞാൻ ഓർത്തു, എന്തായാലും ഗതി കിട്ടു. ഇനിയിപ്പോൾ
ഞാൻ എന്ത് ചെയ്യാനാണ്? പുള്ളിയുടെ ആഗ്രഹത്തിന് സമ്മതിക്കാം. ഒരു ജോലി കിട്ടുമല്ലോ, കഞ്ഞി കുടിച്ച് കഴിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു ചെന്ന് സമ്മതമാണെന്ന് പറഞ്ഞു. ആ, ഇതാണ് വേണ്ടത്, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അകത്തേക്ക് വാന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോഴേ മുട്ടുകുത്തി കുമ്പസരിക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് സ്വീകരണം. ഇത്തിരി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, നീ പോയി ദേ അവിടെ ഒരു നൈറ്റ് ഗൗൺ ഉണ്ട്, അത് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഹണിമൂണിന് പെണ്ണുങ്ങളൊക്കെ ധരിക്കില്ലേ, അതുപോലൊരു ഗൗണാണ്. അത് ഞാൻ ഇട്ട് വന്നു. അത് കഴിഞ്ഞ ശേഷം പുള്ളി എന്നോട് പറഞ്ഞു, ശരിക്കും നീ ഒരു ദേവസുന്ദരിയെ പോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരാളായിരുന്നു എൻ്റെ സ്വപ്നത്തിൽ. ഇനി കർമ്മപഥത്തിലേക്ക് കയറി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറഞ്ഞു, ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ എൻ്റെ എല്ലാ വെറുപ്പുകളും മാറ്റിവെച്ചു. അയാൾ പറഞ്ഞതുപോലൊക്കെ അനുസരിച്ചു. അയാളുടെ എല്ലാ കോപ്രായങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നു എന്ന് പറയുന്നതാകും ഏറ്റവും വലിയ ശരി. അയാളും പിൻവാതിൽ ട്രൈ ചെയ്തു, പക്ഷെ സക്സസ് ആയില്ല. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, ആ, എല്ലാം പതുക്കെ ശരിയായി വരും. ഒരു കാര്യം ചെയ്യൂ, ഇനി നീ ഓഫീസിൽ വരുമ്പോൾ ആണിൻ്റെ ഡ്രസ്സ് പുറമെ ഇട്ടാലും അകത്ത് പെണ്ണിൻ്റെ ഡ്രസ്സായിരിക്കണം. അതെല്ലാം ഞാൻ വാങ്ങിച്ചു തരാം, അതിടാതെ വരരുതെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് അനുസരിക്കേണ്ടി വന്നു. അയാൾക്ക് ഇഷ്ടം തോന്നുമ്പോൾ എന്നെ ക്യാബിനകത്തേക്ക് വിളിക്കും മാഡം. അവിടെ വെച്ച് ഞാൻ എൻ്റെ ആണിൻ്റെ ഡ്രസ്സുകൾ മാറ്റും. അത് കഴിഞ്ഞ ശേഷമാണ് അയാൾ എന്നോട് കൂടുതൽ അടുക്കുന്നത്. അയാൾക്ക് എന്നോട് വല്ലാത്ത ആവേശമാണ്. നീ ഒരു പ്രത്യേകതര സൃഷ്ടിയാണെന്ന് പറഞ്ഞ് അയാൾ എന്നെ താലോലിക്കുകയും അതിൽ കൂടുതൽ അയാൾ എന്നെക്കൊണ്ട് ആത്മാർത്ഥമായി പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. കാര്യം അയാൾ എന്നെ ഒരടിമയാക്കി മാറ്റുകയായിരുന്നു. എനിക്ക് സാലറി കിട്ടുന്നുണ്ട്, എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം. അതുകൊണ്ട് ഞാൻ ആ വേഷം കെട്ടലുകൾക്കൊപ്പം താളം തുള്ളാൻ തുടങ്ങി. അയാൾ എന്നോട് പെണ്ണിനെ പോലെയാണ് ശരിക്കും പെരുമാറിക്കൊണ്ടിരുന്നത്. അയാളുടെ വീട്ടിലും എനിക്ക് കണക്കറ്റ സമയത്ത് പോകേണ്ടി വന്നു. പതുക്കെ പതുക്കെ അയാൾ പിൻവാതിൽ നിയമനങ്ങളിലേക്ക് കടന്നു. ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അദ്ദേഹം എല്ലാ വഴികളും ക്ലിയറായി എടുത്തു. പിന്നീട് ശരിക്കും ഒരു സ്ത്രീയുടെ റോള് ഞാൻ ചെയ്യുന്ന രീതിയിലേക്കായി മാഡം. ജീവിച്ചു പോകണമല്ലോ, ജോലി വേണം, പണം വേണം, വല്ലതും കഴിക്കണം. അതാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഒരു ദിവസം അയാൾ എന്നോട് പറഞ്ഞു, എന്തായാലും സ്ത്രീകളെപ്പോലെ പെർഫെക്റ്റായ കാര്യങ്ങൾ നിനക്കില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, മുകൾ ഭാഗത്ത് കുറച്ച് ശസ്ത്രക്രിയയൊക്കെ ചെയ്തിട്ട് നിന്നെ ശരിക്കും അവിടെ പെണ്ണുങ്ങളെപ്പോലെ ആക്കി മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സ്ത്രീയോ ട്രാൻസ്ജെൻഡറോ ഒന്നുമല്ല, ഞാൻ ഒരു പുരുഷനാണ്. പിന്നെ എന്തിനാണ് ഈ വൃത്തികളൊക്കെ എന്നോട് പറഞ്ഞതെന്ന് പുള്ളി പറഞ്ഞു. അത് ആരായാലും എനിക്കൊന്നുമില്ല, എനിക്ക് കാണാനും അനുഭവിക്കാനുമുള്ള ആളാണ് നീ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കേൾക്കണം. നീ എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പോയെന്ന് പറഞ്ഞാലും നിനക്ക് വലിയ ജോലിയോ ഭാവിയോ ഒന്നും കാത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും എന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാകും? അറിയാവുന്നവരില്ലേ? എൻ്റെ കോലം ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്തായാലും ഹോർമോണുകളും ചില സർജറികളൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കണം നിന്നെ. പിന്നെ നീ ഇനി പുറത്തെങ്ങും പോകണ്ട, നീ എൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു. വീട്ടിലാണ് നിനക്ക് ജോലി, നിനക്ക് ഞാൻ ശമ്പളമൊക്കെ തരാം, ജീവിക്കാനുള്ള എല്ലാ സിസ്റ്റവും ഉണ്ടാക്കിത്തരാം. അപ്പോൾ നീ ഏകദേശം പെണ്ണായിട്ട് എൻ്റെ കൂടെ കഴിയാൻ പറഞ്ഞു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടന്നു മാഡം. അയാളെന്നെ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. എൻ്റെ ശരീരം ഏകദേശം പെണ്ണുങ്ങളുടെ ശരീരം പോലെ ആയി വന്നു. പിന്നെ ചില സർജറികൾ നടത്തി. അതോടുകൂടി പെർഫെക്റ്റ് സ്ത്രീയെ പോലെയായി എൻ്റെ മുഖവും ശരീരവും. ദേഹത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്കും ഒരു പ്രത്യേക ചന്തം വന്നു. ഞാനൊരു സുന്ദരിയായി മാറുകയായിരുന്നു. സ്ത്രീകളുടെ ഡ്രസ്സ് മാത്രം അണിഞ്ഞ് സ്ത്രീകളെപ്പോലെ പാചകവും മറ്റു കാര്യങ്ങളും ചെയ്താണ് ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത്. എന്ന് വെച്ചിട്ട് മുകൾ ഭാഗത്ത് മാത്രമാണ്, പുറമേ നോക്കുമ്പോഴാണ് എല്ലാം സ്ത്രീയെ പോലെ തോന്നുന്നത്. പക്ഷേ ചില ഭാഗങ്ങൾ കൊണ്ട് ആണാണെന്നുള്ളത് മാഡത്തിന് മനസ്സിലായി കാണുമല്ലോ. അവിടെ സർജറി ഒന്നും ചെയ്തിട്ടില്ല, മുകൾ ഭാഗം മാത്രമാണ് പെർഫെക്റ്റ് ആക്കിയത്. ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അയാൾ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടു. എന്നിട്ട് ആർക്കോ വീഡിയോ അയച്ചു കൊടുക്കുകയോ ഫോട്ടോ അയച്ചു കൊടുക്കുകയോ വീഡിയോ കോളിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. എനിക്കാകെ പേടിയായി. ഇനിയിപ്പം ആരാണ്? എനിക്കൊരു പിടിയുമില്ല. എൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പോൾ വീഡിയോ കോളിൽ വരും. അപ്പോൾ എല്ലാം പൊതിഞ്ഞു കിട്ടി നിൽക്കണ്ട, അത്യാവശ്യം അങ്ങേർക്ക് വേണ്ടി നീ ഒന്ന് പ്രദർശന വസ്തുവാകണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു, ഇത്രയൊക്കെ മാറ്റങ്ങളുണ്ടായി, എൻ്റെ ജീവിതം കുളമായി, ഇനിയിപ്പം ആരാണെന്ന്? അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞില്ലേ, ഇഷ്ടമാവുകയാണെങ്കിൽ നിന്നെ അയാൾ ഏറ്റെടുക്കും, അങ്ങേര് റിച്ച് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ആരെന്നെ ഏറ്റെടുക്കാനാണ്? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. വിളിക്കുമ്പോൾ നീ എല്ലാം
പെർഫെക്റ്റ് ആണെന്നുള്ളത് അദ്ദേഹത്തെ കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞത് കേട്ട് എനിക്ക് അയാളോട് എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോ കോളിൽ കൂടി സംസാരിക്കേണ്ടി വന്നു. പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പുള്ളി ഉടനെ തന്നെ പാഞ്ഞു വന്നു. അയാളുടെ കൂടെ ഞാൻ കഴിയേണ്ടി വന്നു. അങ്ങേരുടെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആദ്യത്തെ സാറ് പറഞ്ഞു, നീ പൊയ്ക്കോ, പക്ഷേ അവന് ചില ഡിമാൻഡുകളോടെ ഉണ്ട്. വേറെ ചില സർജറികൾ കൂടി ചെയ്യണം. നീ ഒരു പെർഫെക്റ്റ് സ്ത്രീ ആയിരിക്കണം. എന്നിട്ട് അവൻ്റെ കൂടെ ജീവിച്ചു. ഞാനെപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയല്ല. സ്ത്രീ മനസ്സുപോലും എനിക്കില്ല. എൻ്റെ ശരീരം മാത്രമാണ് ഇങ്ങനെ ആയത്. എന്തിനാണ് ഞാൻ ഇങ്ങനെ സ്ത്രീയായി മാറുന്നതെന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പണ്ട് നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് സ്ത്രീ ഹോർമോണുകളാണ് നിനക്കുള്ളത്. നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് പല ഭാഗങ്ങൾ കൊണ്ടും ഒരു സ്ത്രീയാണ്, പുരുഷനല്ല. ഏതൊരു രീതിയിൽ നിനക്ക് പുരുഷൻ്റെ രൂപം ചെറുതായി വന്നേ ഉള്ളൂ. അത് വെച്ച് നീ ഒരിക്കലും പുരുഷനാകില്ല. യഥാർത്ഥത്തിൽ നീ സ്ത്രീയാണ്. നിൻ്റെ സ്ത്രീത്വത്തിലേക്ക് നീ തിരിച്ചു പോകണം. അല്ലാതെ നിനക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നിനക്ക് പുരുഷനാണെന്ന് തോന്നുന്നുണ്ടാകാം, പക്ഷേ യഥാർത്ഥത്തിൽ നീ ശരീരം കൊണ്ടും സ്ത്രീയാണ്. എന്തായാലും നിൻ്റെ ജീവിതം ഇങ്ങനെയായി. അങ്ങേരോടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അവൻ്റെ കൂടെ എന്നും ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് ഒരിടത്തും അഭയമില്ലെന്ന് പറഞ്ഞു. അന്ന് അയാളുടെ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ കഴിയേണ്ടി വന്നു. അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എങ്കിലും സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഒത്തിരി ഫീച്ചേഴ്സ് വേണമെന്നും പറഞ്ഞ് പുള്ളി നിർബന്ധിച്ചു. അതോടുകൂടി എനിക്ക് താഴെയും മുകളിലുമെല്ലാം പെർഫെക്റ്റ് സ്ത്രീയാകാനുള്ള സർജറിക്ക് വിധേയമാകേണ്ടി വന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിയുമ്പോഴേക്കും എൻ്റെ പുരുഷ മനസ്സ് അവിടെയുണ്ട്. എൻ്റെ ശരീരം മുഴുവനായും സ്ത്രീയായി മാറി മാഡം. അതുവരെ അങ്ങേര് എന്നോട് മറ്റു രീതികളിലായിരുന്നു അടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3 മാസം ശേഷം അയാൾ ശരിക്കും മണിയറൊക്കെ ഒരുക്കി അയാളുടെ ഭാര്യ എന്നുള്ള രീതിയിലാണ് എന്നെ അകത്തേക്ക് ക്ഷണിച്ചത്. സാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അയാളുടെ വീട്ടിൽ വന്നു നിന്നു. സർജറിയുടെ സമയമായി കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്നെ ഏറ്റെടുത്തിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, നിന്നെ എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ഞാൻ കൊണ്ടുവന്നത് എൻ്റെ ജീവിത സഖിയാക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഇപ്പോൾ യഥാർത്ഥത്തിലൊരു പെണ്ണാണ്. എൻ്റെ ഭാര്യ എന്നുള്ള പദം നീ അലങ്കരിക്കണം. അയാൾക്കന്ന് ആവേശമായിരുന്നു. യഥാർത്ഥ സ്ത്രീയായി മാറി ഞാൻ അന്നാണ് യഥാർത്ഥ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയത്. ഒരു സ്ത്രീക്ക് പലതും നഷ്ടപ്പെടാനുണ്ടെന്ന് അന്ന് എനിക്ക് ഏകദേശം ഫീൽ ചെയ്തു. പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെയായി മാഡം. പിന്നെ എന്ത് ചെയ്യാനാണ്, എനിക്ക് അയാളുടെ കൂടെ കഴിയേണ്ടി വന്നു. ഞാനല്ലേ നിൻ്റെ പുരുഷൻ, ഞാനല്ലേ നിൻ്റെ ഭർത്താവെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു, നീ യഥാർത്ഥ സ്ത്രീയായി, അതുകൊണ്ട് എൻ്റെ ഭാര്യയെ പോലെ തന്നെ നീ എന്നോട് പെരുമാറണം. ഞാൻ അടുത്ത് വരുമ്പോൾ ചില ദിവസങ്ങൾ നീ പറയണം, ഇന്നെനിക്ക് ഡേറ്റാണ്, എൻ്റെ അടുത്ത് വരരുത്, 5 ദിവസം നിങ്ങൾ മാറി നിൽക്കണം, അങ്ങനെ പറയണം. ഇടയ്ക്ക് നീ പെണ്ണുങ്ങളെപ്പോലെ തന്നെ പറയണം, ഇന്നെനിക്കറിയില്ല, ഡേറ്റ് എനിക്ക് മിസ്സായി, എനിക്ക് സംശയമുണ്ട്, നിങ്ങൾ കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വാ, നോക്കട്ടെ, ചിലപ്പോൾ എനിക്കും കുട്ടി ഉണ്ടാകാനായിരിക്കുമെന്ന് പറയണം. അങ്ങനെ ആകുമ്പോൾ ഞാൻ കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വരും, നീ നോക്കണം, എന്നിട്ട് പറയണം നിനക്ക് കുട്ടി ഉണ്ടാകാൻ പോവുകയാണെന്ന്. 2 ആഴ്ച കഴിയുമ്പോൾ നീ പറയണം, അയ്യോ അത് പോയെന്ന് തോന്നുന്നു, ഇന്നെനിക്ക് വയ്യ, ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ അതെല്ലാം അനുസരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ശരിക്കും ഭാര്യ പെരുമാറുന്ന രീതിയിൽ തന്നെ ഞാൻ പെരുമാറാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഞങ്ങൾ 2 പേരും ശരിക്കും സ്നേഹത്തിലായി. ആ അവസ്ഥയോട് ഞാൻ പൊരുത്തപ്പെട്ടു മാഡം. പിന്നെ അദ്ദേഹം എന്നോട് പറയും, നീ പോയി ഇന്നത്തെ സുരക്ഷാ കവചം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ പറഞ്ഞു വിടും. അപ്പോൾ നാട്ടുകാർക്കും എല്ലാം തോന്നി ഞാൻ അങ്ങരുടെ ഭാര്യയാണെന്ന്. പലർക്കും മനസ്സിലായില്ല ഞാൻ പണ്ട് ആണായിരുന്നു എന്ന്. എന്താ മാഡം എന്നുള്ള രീതിയിലൊക്കെ കടക്കാരനും ചോദിക്കും. അങ്ങനെ പോയി അയാൾ എന്നോട് വിശേഷമൊന്നും ആകുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്നോട് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, നീ ഇനി കുറച്ച് നാളത്തേക്ക് കടയിൽ പോകരുത്, നീ ഗർഭിണിയായതുപോലെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ തന്നെ എല്ലാവരോടും പറയാനും പറഞ്ഞു. എല്ലാവരും അത് വിശ്വസിച്ചു. പിന്നെ ഒരു ദിവസം എനിക്ക് വയറ്റിൽ കെട്ടാനുള്ള പാടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് അയാൾ മാറി നിന്നു. അങ്ങനെ 9 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ എന്നെയും കൊണ്ട് ദൂരെ ഒരു സ്ഥലത്ത് പോയി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ആ സമയത്തേക്ക് ഒരു കുട്ടിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുട്ടിയെ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന്. അപ്പോൾ അയാളുടെ സുഹൃത്തിന് പറ്റിയ ഒരു തെറ്റാണ്. ആ കുട്ടിയെ അവർക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല, അനാഥാലയത്തിന് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നീ ഗർഭിണിയാണെന്നാണല്ലോ, നീ പ്രസവിച്ച കുട്ടിയാണെന്ന് ആൾക്കാർ വിചാരിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയും കൊണ്ട് വീട്ടിൽ വന്നു. ആൾക്കാരെല്ലാം വിചാരിച്ചിരുന്നത് അത് ഞങ്ങളുടെ കുട്ടിയാണെന്നാണ്.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊന്നും അവിടെ ഇല്ല, ദൂരസ്ഥലത്താണ്. ബന്ധുക്കളുമായിട്ട് അദ്ദേഹത്തിന് അടുപ്പമില്ല. സാധാരണ ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. അങ്ങനെ എനിക്കറിയില്ല മാഡം, ആണായിരുന്ന ഞാൻ ഇത്രയും ക്രിയകളിലൂടെ ഒരു പെണ്ണായി മാറി. ഇപ്പോൾ മാതൃത്വം അനുഭവിക്കുകയാണ്. കുട്ടിയൊക്കെ വളർത്താൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും ആണിൻ്റെ മനസ്സും പെണ്ണിൻ്റെ ശരീരവും എല്ലാം കൂടെ ചേർന്നിട്ടും ഞാൻ ആ കുട്ടിയെ നന്നായി വളർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ ആ കുട്ടിയെ വളർത്തി ഇങ്ങനെ ജീവിക്കുകയാണ്. ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. അത് എൻ്റെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ പഴയ ഭാര്യയാണ്. എടി, നീ എങ്ങനെയാണ് അയാളുടെ കൂടെ ജീവിക്കുന്നത്? നിനക്കൊരു കുട്ടി ഉണ്ടായെന്ന് കേട്ടല്ലോ, അത് അയാളുടെ തന്നെയാണോ, അതോ നിനക്ക് നേരത്തെ കാമുകന്മാരുണ്ടായെന്ന് ചോദിച്ചു. നിങ്ങളുടെ കല്യാണം ഒഴിഞ്ഞതല്ലേ? ഇപ്പം അദ്ദേഹം എന്നെ രണ്ടാമത് കല്യാണം കഴിച്ചാണ്. ഞങ്ങൾക്ക് കുട്ടികളും ഉണ്ടായെന്ന് ഞാൻ വാദിച്ചു. അവർ പറഞ്ഞു അയാൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകില്ലെന്ന്. ഇത് എങ്ങനെയാണ് ഈ സൃഷ്ടിച്ചെടുത്തത് എന്ന് ചോദിച്ചു. അവർക്ക് ഇതിൻ്റെ ഉള്ളുകളിലൊന്നും അറിയില്ലല്ലോ. യഥാർത്ഥ സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ടാണ് അവനോട് സംസാരിച്ചത്. ഞാൻ കട്ട് ചെയ്തു. വൈകിട്ട് ഭർത്താവ് വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ വിഷമിക്കണ്ട, അവൾ പറഞ്ഞത് ശരിയാണ്, എങ്കിലും അവൾക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. നീ പെണ്ണാണെന്ന് തന്നെയാണ് അവൾ വിചാരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല, അവളിനി ശല്യത്തിനൊന്നും വരില്ല, ഇങ്ങനെ അസൂയ കൊണ്ട് എന്തെങ്കിലും പറയുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ സമാധാനിച്ചു. പുള്ളിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കുട്ടിയുടെ പേരിലുമുണ്ട് മാഡം, എല്ലാമുണ്ട്. എൻ്റെ ജീവിതം ധന്യമാണ്. പക്ഷേ ഞാൻ ശരിക്കും ഒരാണാണെന്ന് എനിക്കറിയാം. പക്ഷേ പെണ്ണായിപ്പോയി. ഇങ്ങനെ കുട്ടിയെ വളർത്തി ജീവിക്കുകയാണ്. മാതൃത്വവും പുരുഷത്വവും എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനൊരു കുട്ടിയെ ഞാൻ വളർത്തി ജീവിച്ച് കഴിയുമ്പോഴേക്കും അവസാനമാകുമ്പോൾ ആ കുട്ടി എൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിയുമോ മാഡം? ഞാൻ യഥാർത്ഥത്തിലുള്ള അമ്മയല്ല, ആണ് പെണ്ണായതാണ് എന്നൊക്കെ അറിയുമ്പോഴേക്കും ആ കുട്ടി എങ്ങനെയായിരിക്കും മാഡം പ്രതികരിക്കുക? ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെ ആയിപ്പോയതിൽ തെറ്റുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കഥയിൽ ഒത്തിരി ലൂപ്പ് ഹോളുകളുണ്ട്. കാര്യം ഇത് അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാങ്കല്പിക കഥയാകാൻ മാത്രമേ സാധ്യതയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സർജറി ചെയ്ത് പെണ്ണായി ഒരാണിൻ്റെ കൂടെ കഴിയുന്നു, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നിന്നോ പ്രസവിച്ചൊരു കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുവന്ന് വളർത്തി, അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഗലായിട്ട് കുഞ്ഞ് വളർന്നു വരണമെങ്കിൽ നിങ്ങൾ ഫാദറും മദറും ഒക്കെ ആകണ്ടേ? അപ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രസവിച്ചതല്ലാത്തതുകൊണ്ട് ദത്തെടുക്കുക ഒന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഈ കഥയിൽ വലിയ ചോദ്യങ്ങളില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ വളരെ കഷ്ടമായിപ്പോയി, ഇങ്ങനെയൊന്നും ആകരുതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ വേറൊരു യഥാർത്ഥമുണ്ട്. ഒരു ആണ് പെണ്ണായി, അത് കഴിഞ്ഞിട്ട് ആ പെണ്ണിനൊരു ഹസ്ബൻഡ് ഉണ്ടായി, അവർ ലീഗലി ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എങ്കിൽ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് ചോദിക്കുകയാണ്, ചോദ്യത്തിന് ഉത്തരം പറയണം, ഇതുപോലെ ആണ് പെണ്ണായതാണ്, ആ പെണ്ണായി കഴിഞ്ഞ് നിൻ്റെ അമ്മയായി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോഴേക്കും നമ്മൾ പണ്ട് വളരെ പ്രശ്നമാണെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾ പഠിച്ചു വളരുന്നവരാണ്. അപ്പം പല രീതിയിലുള്ള വ്യത്യസ്തതകളും അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആൾക്കാരാണ് പുതിയ തലമുറ. അപ്പോൾ അവരൊരു നല്ല ഡിഗ്രിയോ സൈക്കോളജിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ എന്താ പാട്? ഒന്നുമില്ല, നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഇത് തീർത്തും സാങ്കല്പികമായ കഥയാണ്. കാര്യം ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ലോജിക്കുകൾ ഞാൻ കാണുന്നില്ലാത്തതുകൊണ്ട് കൂടുതൽ വിസ്തരിക്കുന്നില്ല.